ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് കെ പി ആൻഡ് കെ സി. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുന്നു. കെ പി ആൻഡ് കെ സി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിലേഷനാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്, ഒരു ഡെറിവേഷൻ പോലെ. സോ ഇനീഷ്യലി എന്താണ് കെ പി, എന്താണ് കെ സി നമുക്ക് നോക്കാം. സോ കെ പി എന്ന് പറയുമ്പം കെ പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്രഷറിന്റെ ടേം, അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ ആ ഒരു ടേമിലാണെങ്കിൽ അതിനെ നമ്മളാണ് കെ പി എന്ന് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷറിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, കെ പി എന്ന് പറയുന്നു. സോ കെ സി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ടേം പ്രഷറിന് പകരം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് മൊളാരിറ്റി. സോ മൊളാരിറ്റിയിൽ നമ്മൾ ആ ഒരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് കെ സി എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അതാണ് കെ പി ആൻഡ് കെ സി. സോ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഈ കെ പി കെ സി തമ്മിലൊരു റിലേഷൻ ആണ്, അത് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ഇനീഷ്യലി എന്താണ് ജനറലി ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ പ്ലസ് ബി ബി ഓക്കെ, ജനറലി ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? സോ നമുക്കറിയാം, അതായത് കെ സി എന്ന് നമ്മൾ എഴുതുമ്പോഴത്തേക്കും കെ സി ഈസ് ഈക്വൽ ടു, നമ്മൾ കോൺസെൻട്രേഷൻ്റെ ടേംസ് അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിനോമിനേറ്ററിൽ റിയാക്ടഡിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ ന്യൂമറേറ്ററിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? സോ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്മോൾ ലെറ്റർ എ ബി സി സ്മോൾ ലെറ്റർ നിങ്ങൾക്ക് കാണാം. സോ അതെന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. അതായത് നമ്മൾ ഇത്ര മോൾസ് ഓഫ് ഇത് പറയത്തില്ല. സോ അത് കോഎഫിഷ്യൻ്റ് ആണ്. സോ ആ ഒരു കോഎഫിഷ്യൻ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഏതൊരു ഇതാണെങ്കിലും അതിൻ്റെ പവർ ആയിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ സിയുടെ നോക്കുകയാണെങ്കിൽ സ്മോൾ സി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേളിലേക്ക് പോകും. ഓക്കെ, അടുത്ത അതുപോലെ ഡി വരുന്നു, അതിൻ്റെ ലോവർ കേസ് ഡി മേളിൽ പോകുന്നു, പിന്നെ എ വരുന്നു, അതുപോലെ ബി വരും. ഓക്കെ, ഇതാണ് ജനറലി ഒരു റിയാക്ഷൻ അല്ലെ കെ സി നമ്മൾ ഇവിടെ എഴുതുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ഡി ബൈ എ ഇൻറ്റു ബി റേസ് ടു ബി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അതായത് പി വി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ ടി ആണെന്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പി ഈസ് ഈക്വൽ ടു എൻ ബൈ പി ഇൻറ്റു ആർ ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, സോ എൻ എന്താണ്, ആർ എന്താണ്, ടി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സോ എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ആണ്, ബി എന്ന് പറയുമ്പോൾ എന്താണ് വോളിയം ആണ്, അതുപോലെ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അതുപോലെ ടി എന്താണ് ആ ടെമ്പറേച്ചർ, പിന്നെ പി അറിയാം പ്രഷർ ആണെന്ന് അറിയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എൻ ബൈ വി ഇൻറ്റു ആർ ടി എന്ന് എഴുതി അല്ലേ. ഇവിടെ എന്നിൻ്റെ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ എന്നിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? എന്നിനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മോളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, മോൾ. ഓക്കെ, അപ്പം ഇവിടെ വി എന്താണ്? വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. സോ വോളിയം ഇൻ ലിറ്റേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ മോൾ പെർ വോളിയം ഇൻ ലിറ്റേഴ്സ് നമുക്ക് കോൺസെൻട്രേഷൻ്റെ ടേംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് സി അല്ലെ, സി ഒരു ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് എടുത്തതാണ്, ആ ഒരു സി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് സിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സിക്ക് എങ്ങനെ കൊടുക്കാം? പി ബൈ ആർ ടി എന്ന് കൊടുക്കാം. സി ഈസ് ഈക്വൽ ടു പി ബൈ ആർ ടി. ഓക്കെ, ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. സോ ഇത് വെച്ച് നമുക്കിനി ഈ ഒരു പർട്ടിക്കുലർ ഓരോ കോൺസെൻട്രേഷനും വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് അത് വെച്ച് എങ്ങനെ കൊടുക്കാം? അത് വെച്ച് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുമ്പോൾ
എങ്ങനെ വരും? പി എ പ്രഷർ ഓഫ് എ ദ ഹോൾ എ അപ്പോൾ ആർ ടി. ഇപ്പം ബി ആണെങ്കിൽ പി ബി അപ്പോൾ ആർ ടി. അതുപോലെ സി ആണെങ്കിൽ പി സി ബൈ ആർ ടി. പിന്നെ ഡി ആണെങ്കിൽ എന്ത് വരും? പി ഡി അപ്പോൾ ആർ ടി. ഓക്കെ, ഇങ്ങനെ വരും അല്ലേ? അതായത് ഇവിടെ വേരി ചെയ്യുന്ന ആകെ എന്താണ്? പി എ, അതായത് പ്രഷറിന്റെ ടേംസ് മാത്രമേ അവിടെ വേരി ചെയ്യുന്നുള്ളൂ, പിന്നെ കോൺസെൻട്രേഷൻ്റെ ടേംസും വേരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്ര നമ്മൾ എഴുതിയെങ്കിൽ നമുക്ക് ആ കെ സി ഇക്വേഷനായിട്ട് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സോ കെ സി ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു? കെ സി എന്ന് പറയുമ്പോൾ ഇനീഷ്യലി നമ്മൾ പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്താണ് ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കുന്നത്. സോ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും പി സി സി ബൈ ആർ ടി into PD D of RT by RT the whole by PA A by RT into PB P by RT. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ജനറലി അതിനെ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നൊരു മോഡിഫൈ ചെയ്ത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഇത് ഇത്രയും ഒരു ടേമായിട്ട് എഴുതി. ഇനിയിപ്പോൾ ആണുള്ളത് ആർ ടി. ഈ ഒരു ആർ ടി, അതായത് നമ്മളെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ ഇവിടുത്തെ ആർ ടി ആണ് ഏറ്റവും ന്യൂമറേറ്ററിൽ പോകുന്നത്. സോ ഇവിടുത്തെ ആർ ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് റിയാക്റ്റന്റിന്റെ ആർ ടി ആണ്. സോ അതായത് എ പ്ലസ് ബി നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ആർ ടി ഓഫ് സി പ്ലസ് ഡി. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വരുന്നതുകൊണ്ടാണ് ആ ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ വരുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് എ പ്ലസ് ബി എന്ന് മാറ്റി എന്തെഴുതാം? എ പ്ലസ് ബി എന്ന് മാറ്റി നമുക്ക് വേണമെങ്കിൽ റിയാക്ടന്റ് എൻ എ എന്ന് വല്ലതും എഴുതാം. അതായത് നമ്പർ ഓഫ് മോൾസ് അല്ലേ, അത് എൻ ആർ എന്ന് എഴുതാം. സോ റിയാക്ടന്റെ ആണ് എൻ ആറും, അതുപോലെ സി പ്ലസ് ടിനെ നമുക്ക് എൻ പി എന്നും വിളിക്കാം. പ്രോഡക്റ്റിന്റെ ആണ് എൻ പി എന്നും വിളിക്കാം. ഇത്രയും ടേംസിന് നമുക്കൊരു ഇത്രയും എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ് ആക്ച്വലി. സോ കോൺസ്റ്റന്റിന് നമുക്ക് ജനറൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം. കെ പി എന്നൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. സോ കെ പി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ടേമിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കെ പി എന്ന് പഠിച്ചു. പിന്നെ എന്താണ്? ഇൻറ്റു ആർ ടി റേസ് ടു എൻ ആർ ബൈ ആർ ടി റേസ് ടു എൻ പി. ഓക്കെ, അപ്പം എന്താണ്? കെ സി ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ആർ ടി റേസ് ടു എൻ ആർ ബൈ ആർ ടി റേസ് ടു എൻ പി എന്ന് നമുക്ക് ജനറലി ഒരു ഫോർമാറ്റ് കിട്ടി. പക്ഷെ ഇതല്ല, നമുക്ക് കെ പിക്ക് ഒരു വാല്യൂ കൊടുക്കാം. കെ പി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? കെ സി ബൈ, നമുക്ക് നോക്കാം. അതായത് ഇവിടെ കെ പി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് കെ സി അപ്പോൺ ആർ ടി റേസ് ടു എൻ ആർ RT raised to NR into RT raised to NP. ഇതിനെ ഒന്നുകൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ KC into RT raised to NP minus NR KC into RT raised to delta M. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, അത് റിലേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. സോ ഇത് വെച്ചാണ് നമ്മൾ യൂഷ്വലി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് ആ ഒരു എൻ വരുന്നത്. പിന്നെ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, കെ സി എന്താണ് ആ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കെ സി, പിന്നെ കെ പി പ്രഷറിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ റിലേഷൻ പറയുന്നത്. ഇനി നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസ് കാണാം.
സോ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫോർ ദ ഫോളോയിങ് ഇൻ ഗേഷ്യസ് ഫേസ് CO plus half O2 will give CO2 Kp by Kc is what? അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഗേഷ്യസ് ഫേസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം യൂഷ്വലി ഇത് നടക്കുന്നത് എന്താണ്, ഗേഷ്യസ് ഫേസിന്റെ ആ ഒരു ഇതിലാണ് യൂഷ്വലി നോക്കുന്നത്. സോ CO plus half O2 ഇതിലെല്ലാം ഗേഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ Kp by Kc ഇനിഷ്യലി നമ്മൾ ഇക്വേഷൻ എഴുതണം. Kp is equal to Kc into RT raised to delta n. ഓക്കെ, ഇനി എന്താണ് കാണേണ്ടത്? ഇനി കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ റേഷ്യോ ആണ് കാണുന്നത്. Kp by Kc ആണ് കാണേണ്ടത്. ഇവിടെ RT raised to delta n എന്നാണ് നമുക്ക് വന്നത്. ഇനി ഡെൽറ്റ n എന്താണെന്ന് നോക്കാം. ഡെൽറ്റ n എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ്. അതായത് പ്രോഡക്റ്റ് ഡെൽറ്റ n is equal to പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ്, അല്ലെ NP മൈനസ് n ആണ്. സോ പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ 1 plus 1/2 3/2 ആണ് വരുന്നത്. ഓക്കെ, സോ പ്രോഡക്റ്റ് 1 minus 3/2 എന്ന് പറയുമ്പോഴത്തേക്കും -1/2, അതായത് 1 minus 1.5 എത്രയാണ്, -1/2. സോ അത് വെച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും Kp by Kc is equal to RT raised to -1/2. ഓക്കെ, ഇതാണ് ആ ഒരു പർട്ടിക്കുലർ റേഷ്യോ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം സെയിം ഒരു റിലേഷൻ തന്നെയാണ്. റിലേഷൻ ബിറ്റ്വീൻ Kp and Kc ഫോർ ദ ഫോളോയിങ്. അതിവിടെ H2 plus half which I2 will give 2HA. റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനീഷ്യലി കാണേണ്ടത്, നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതി വെക്കാം. സോ ബേസിക്കലി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇക്വേഷൻ എഴുതി വെക്കുക. അപ്പം പകുതി അതിനകത്ത് നമുക്ക് കിട്ടും. Kp is equal to Kc into RT raised to delta n. ഇനി ഇവിടെ ഡെൽറ്റ n എത്രയാണ്, പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ്. സോ NP എന്ന് പറയുമ്പോൾ അവിടെ 2 ഉണ്ട്. NR എത്രയാണ്, അവിടെ 2 ആണ്. അതായത് ഇവിടെ 1 ഇവിടെ 1 2. സോ N0 വരുന്നു. Kp is equal to എങ്ങനെ വരും, Kc into RT raised to 0. എനി നമ്പർ raised to 0 എത്രയാണ്, 1 ആണ്. സോ Kp is equal to Kc എന്ന് വരുന്നു. സോ ഇത് രണ്ടും ഈക്വലന്റ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ. സോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡെൽറ്റ ന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. NH4HS സോളിഡ് ആണ്. അത് ഡികമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും അമോണിയ ഗ്യാസും അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും കൂടാണ് തരുന്നത്. അപ്പോൾ അതിന്റെ Kp വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 64 ആറ്റം സ്ക്വയർ ആണ്. ഇക്വിലിബ്രിയം പ്രഷർ ഓഫ് മിക്സ്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഗേഷ്യസ് ഫേസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ നോക്കുവാണെങ്കിൽ ഇവിടെ ഇനീഷ്യലി നമുക്ക് ഫോർമുല എഴുതാം. Kp ഫോർമുല അങ്ങനല്ല. സോ അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ Kp is equal to ഇതിന്റെ പ്രഷർ ഓഫ് അമോണിയ ഗ്യാസ് ഇൻറ്റു പ്രഷർ ഓഫ് H2S ഗ്യാസ്. ഇത് തന്നിട്ടുണ്ട്. Kp വാല്യൂ 64 തന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ NH3 ഇത് രണ്ടും ഇക്വലന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ ഇക്വലന്റ് ആണ്. സോ അത് P² നമുക്ക് കൺസിഡർ ചെയ്യാം. P to P² ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ P വാല്യൂ എത്രയാണ്, 8 എന്ന് വരും. അതായത് √64 എന്ന് പറയുമ്പോൾ 8 വരും. സോ ഇനി ഇക്വിലിബ്രിയം പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 8 + 8, അതായത് ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നതാണ് 8, അതുപോലെ 2 പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇക്വലന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 16 ആണ് അതിന്റെ എന്ത്, ആ ഒരു പർട്ടിക്കുലർ ഇക്വിലിബ്രിയം പ്രഷർ വരും 1680. ഓക്കെ, അത്രയാണ്. സോ ഇത്രയാണ് Kp Kc റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ അതിന്റെ റിലേഷൻ ഒക്കെ വരുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.